അജയ് തറയിലൊക്കെ കാലഹരണപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അജയ് തറയിലൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും എന്തോ ഒരു നിസാമേ ഞാൻ പറയട്ടെ നിസാമിനെ എത്ര പിടയ്ക്കുന്നത്. ശ്രീ നിസാം സെയ്ദ് പലതവണ പരിഗണിക്കപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട പേരാണ് ദീപ്തി മേരി വർഗീസിന്. 2021 ആറന്മുള നിയമസഭാ സീറ്റിൽ അവരുടെ പേര് പറഞ്ഞു കേട്ടിരുന്നു. മാർത്തോമാ സഭയുടെ പിന്തുണയും ദീപ്തിക്കുണ്ടായിരുന്നു. പക്ഷേ ആ പേര് വെട്ടി കെ ശിവദാസൻ നായർ മത്സരിക്കുന്നു, അവിടെ വീണ ജോർജ് ജയിക്കുന്നു. അതാണ് നമ്മൾ 2021 കണ്ടത്. 2022 തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ദീപ്തി മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷേ അവിടെ ഉറപ്പായിട്ടും ഉമാ തോമസിനാണല്ലോ സീറ്റ് നൽകിയത്. അങ്ങനെയുള്ള കാര്യം. പിന്നെ മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കും അവരുടെ പേര് പറഞ്ഞു വിട്ടു. പക്ഷേ ഇപ്പോൾ MP സ്ഥാനം, രാജ്യസഭാ MP സ്ഥാനം തുടരുന്ന ജെബി മേത്ര തന്നെ ആ സ്ഥാനത്ത് തുടരുകയാണ്. അങ്ങനെ പല തവണകളിലായി ആ പേരിങ്ങനെ വെട്ടിമാറ്റപ്പെടുകയാണ്. അതിന് പിന്നിൽ എന്തായിരിക്കും? കേരളത്തിൽ ഏതാണ്ട് 700ഓളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഈ 700 സ്ഥാപനങ്ങളിലും അധ്യക്ഷന്മാരെ കണ്ടെത്തേണ്ടതുണ്ട്. സ്വാഭാവികമായും ചർച്ചകളുണ്ടാവും. ആ ചർച്ചകളിൽ പലവിധമായ പരിഗണനകളുണ്ടാകും. പ്രാദേശികമായ പരിഗണനകളുണ്ടാകും. സാമുദായികമായ സന്തുലനം നിലനിർത്തേണ്ട തർക്കങ്ങളുണ്ടാകും. എല്ലാ പാർട്ടികളിലും ഇതൊക്കെ ഉണ്ടാവും. ഏറിയും കുറഞ്ഞും മാർക്സിസ്റ്റ് പാർട്ടിയിലും BJPയിലും ഒക്കെ ഈ ചർച്ചകൾ പല തലത്തിൽ നടക്കുന്നുണ്ട്. അവിടെയൊന്നും തീരുമാനങ്ങളായതായി നമുക്കറിയത്തില്ല. കേരളത്തിൽ കോൺഗ്രസിനുള്ളിലും തീരുമാനമുണ്ട്. സ്വാഭാവികമായും കോൺഗ്രസിലെ തീരുമാനങ്ങൾ പൊതുജന മധ്യത്തിൽ ജനങ്ങൾ അറിയും. കോൺഗ്രസ് കുറച്ചുകൂടി ജനാധിപത്യ സ്വഭാവമുള്ള അല്ലെങ്കിൽ രഹസ്യങ്ങൾ ഒളിക്കാൻ കഴിവുള്ള പാർട്ടി അല്ലാത്തതിനാൽ കോൺഗ്രസിലെ തർക്കങ്ങൾ പൊതുജനമധ്യത്തിൽ അറിയും. ആ തർക്കങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അഭിപ്രായം ഉണ്ടാകും. ജനങ്ങൾക്ക് കുറെ കൂടി സുതാര്യമായ തീരുമാനങ്ങളും ഉണ്ടാകും. ദീപ്തി മേരി വർഗീസ് സ്വാഭാവികമായും ഈ കൊച്ചി മേയറാകാൻ യോഗ്യയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ദീപ്തി മേരി വർഗീസ് മാത്രമാണ് അതിന് യോഗ്യത ഉള്ള ഒരാൾ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. ദീപ്തി മേരി വർഗീസിനെ പോലെ തന്നെ യോഗ്യതയുള്ള ആളുകളാണ് അവിടെ പരിഗണിക്കപ്പെട്ടത്. ഇപ്പോൾ പരിഗണിക്കപ്പെട്ട മിനിമോള് 4ാമത്തെ പ്രാവശ്യം തുടർച്ചയായി കൗൺസിലറാകുന്നയാളാണ്. ഈ പ്രാവശ്യം ഒരു ജനറൽ വാർഡിൽ നിന്ന്, വനിതാ വാർഡിൽ നിന്ന് ഒരു ജനറൽ വാർഡിൽ നിന്ന് കൗൺസിലറായ ആളാണ്. കഴിഞ്ഞ പ്രാവശ്യം കമ്മിറ്റി അംഗം ചെയർമാനാകേണ്ട അവസരമൊക്കെ നഷ്ടപ്പെട്ട ആളാണ്. പക്ഷേ വളരെ കൃത്യമായി അവർക്ക് കിട്ടേണ്ട കാലാവധി കുറഞ്ഞു കിട്ടിയിട്ട് പോലും അവർ രാജിവെക്കേണ്ട ഘട്ടത്തിൽ കൃത്യമായി രാജിവെക്കുകയും പാർട്ടി മര്യാദകളെല്ലാം കൃത്യമായി പാലിക്കുകയും ഒക്കെ ചെയ്തയാളാണ്. പിന്നെ സമുദായ പരിഗണനകളുടെ പേര് പറഞ്ഞു. അവർ ലത്തീൻ കത്തോലിക്കരുടെ പിന്തുണ കൊണ്ടാണെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. അവർ പറയേണ്ടി വരുന്ന മോശമാണ് എങ്കിൽ പോലും അവർ ഈഴവ സമുദായത്തിൽ ജനിച്ച ഒരാളാണ്. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യമായ വിവാഹം പോലെ ഒരു കാര്യത്തിൽ പോലും ജാതി മത ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് മിനിമോള്. അപ്പോൾ അവർ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതജാതി വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയാണെന്നോ നോമിനിയാണെന്നോ എന്നൊന്നും പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. പിന്നെ ദീപ്തി മേരി വർഗീസിൻ്റെ എല്ലാ സാധ്യതകളും ഇതോടുകൂടി അടഞ്ഞു പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദീപ്തി മേരി വർഗീസ് ഇനിയും പുതുതായി പരിഗണിക്കപ്പെടാനുള്ള പല വേദികളും ഉണ്ടാവും. അവർ അല്ലെങ്കിൽ തന്നെ ദീപ്തി മേരി വർഗീസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്ര ചെറിയ പദവിയൊന്നുമല്ല. ആ ചെറിയ പദവിയിൽ എത്താൻ കഴിയാത്ത പാരമ്പര്യമുള്ള പ്രവർത്തന പരിചയമുള്ള അത്തരം പദവികളിൽ എത്താൻ കഴിയാത്ത ഒട്ടേറെ ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. ആ ആളുകളൊക്കെ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്തരം വിജയമുണ്ടാകുന്നത്. പിന്നെ കോൺഗ്രസിലെ അന്തഛിദ്രത്തെക്കുറിച്ച്, കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ പൊട്ടിത്തെറിയുടെ വക്കിലെത്തുന്നു എന്നുള്ള ചർച്ചയൊക്കെ തുടങ്ങിയിട്ട് ഒരു 5 വർഷക്കാലമായി ഈ ലാലുമായിട്ട് 5 വർഷക്കാലമായി ചർച്ച ചെയ്തിരിക്കുന്നു. എല്ലാ ചർച്ചയിലും ലാല് പറയുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ്. നേതാക്കൾ ഇവിടെ അജയ് തറയിൽ, മാത്യു കോൾനാടൻ ഇവരുടെയൊക്കെ പ്രതികരണങ്ങൾക്ക് ശേഷമല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അജയ് തറയിലോട് ചോദിച്ചേ. അജയ് തറയിലൊക്കെ കാലഹരണപ്പെട്ട ആളുകളാണെന്നുള്ള കാര്യം നമുക്കറിയാം. അജയ് തറയിലൊക്കെ ഇപ്പോൾ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി എന്തെങ്കിലും നേതാക്കൾ കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡം എന്താണ്? അതൊരു വല്ലാത്ത പ്രയോഗമായി പോയി. ശ്രീ നിസാം സെയ്ദ്, ഏതുവരെയാണ് കാലം? ഞാൻ കോൺഗ്രസിന്റെ വക്താവായി അല്ല സംസാരിക്കുന്നത്. ഞാൻ പുറത്തു നിന്ന് ഞാൻ കാണുന്ന ഒരു കാര്യം, അജയ് തറയിൽ രാഷ്ട്രീയമായി മറ്റെന്തെങ്കിലും പ്രസക്തി ഇപ്പോഴുള്ളതായി ഞാൻ കാണുന്നു. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയ്ക്ക് അദ്ദേഹം 2 പ്രാവശ്യം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു, 2 പ്രാവശ്യം പരാജയപ്പെട്ടു. അദ്ദേഹം പിന്നീട് ദേവസ്വം ബോർഡ് അംഗമായി. അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ഒരു റോളുള്ളതായോ പ്രസക്തി ഉള്ളതായോ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് വാർത്തകളിൽ എത്താനുള്ള ഏക മാർഗം ഇത്തരം തർക്കങ്ങളിൽ ഒരു ഭാഗത്ത് നിന്ന് വളരെ ശക്തമായ അഭിപ്രായം പറയുക മാത്രമാണ് എന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് റിസൾട്ട് എന്താണ്? അങ്ങനെ പ്രതികരിച്ച നേതൃത്വത്തിനെതിരെ പ്രതികരിച്ച പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാനൊരു കാര്യം സ്മൃതി ഞാൻ ഒരു കാര്യം ചോദിച്ചു. സ്മൃതി എന്നെ തടസ്സപ്പെടുത്തരുത്.
ഈ ജാതി മത ചിന്തകൾ കോൺഗ്രസിൽ ഇടപെടുന്നു എന്നൊക്കെ ലാൽകുമാർ വളരെ വിശദമായി പറയുന്നത് കേട്ടു. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ എല്ലാ ഘടകകക്ഷികൾക്കും അതിൽപ്പെട്ട എല്ലാ MLA-മാർക്കും 2.5 വർഷമെങ്കിലും മിനിമം മന്ത്രിയാകാനുള്ള അവസരം കൊടുത്തു. മന്ത്രിയാകാതെ പോയ ഒരൊറ്റയാളേ ഉള്ളൂ, അത് കോവൂർ കുഞ്ഞുമോനാണ്. കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിക്ക് പല പ്രാവശ്യം അപേക്ഷ കൊടുത്തിട്ടും ഇടതുപക്ഷ മുന്നണിയിൽ പ്രവേശനം കൊടുക്കുന്നില്ല. സ്കറിയ തോമസിന്റെ പാർട്ടി പോലും ഇടതുപക്ഷ മുന്നണിയിൽ അംഗമാണ്. അങ്ങനെ ഒരു പാർട്ടിക്ക് ആരെങ്കിലും ഉള്ളതായി സ്മൃതിക്കറിയാവോ? സ്കറിയ തോമസിന്റെ പാർട്ടി പോലും കടന്നപ്പള്ളി രാമചന്ദ്രന്റെ ഉള്ള പിന്തുണയേക്കാൾ കൂടുതൽ ഇടതുപക്ഷ സ്വഭാവം കോവൂർ കുഞ്ഞുമല്ലേ? എന്തുകൊണ്ട് കോവൂർ കുഞ്ഞുമോൻ കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമാകുന്നില്ല? 2.5 വർഷം പോലും മന്ത്രിയാകില്ല. ഒറ്റ കാരണമുള്ളൂ, അയാൾ ദളിതനാണെന്നുള്ളത് മാത്രമാണ് അതിന്റെ കാരണം. കേരളത്തിലെ മന്ത്രിസഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റയാൾ എന്നുള്ള വസ്തുത സ്മൃതിക്കാരാവുന്നല്ലേ? ചരിത്രത്തിൽ ആദ്യമായി പട്ടികവർഗ വിഭാഗത്തിൽ ഇതിനു മുമ്പ് മന്ത്രി ഉണ്ടായിട്ടുണ്ട്, ജയലക്ഷ്മി ആയിട്ടുണ്ടായിട്ടുണ്ട്. ജയലക്ഷ്മി ഉണ്ടായപ്പോൾ AP അനിൽകുമാർ പട്ടികജാതി വർഗത്തിൽ നിന്ന് മന്ത്രിയായിരുന്നു. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരൊറ്റ മന്ത്രി പോലും ഇല്ലാത്ത കേരളത്തിലെ അതായത് ദളിതരെ വിഭാഗപ്പെട്ട ആളുകളെ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്ന അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ലാൽകുമാർ മറുപടി പറയും. അതല്ല, പക്ഷേ അങ്ങ് പറയുന്ന പോലെ കോൺഗ്രസിൽ ജാതിമത സമവാക്യങ്ങളെ നോക്കുകയില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കണ്ണടച്ചിരുട്ടാക്കലല്ലേ? ജാതിമത സമവാക്യങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അബിൻ വർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാണല്ലോ അല്ലേ? ജാതിമത സമവാക്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് അതിന്റെ സന്തുലിതാവസ്ഥ പരിഗണിച്ചുകൊണ്ട് നിലപാടുള്ള അതാണ് ഈ സന്തുലിതാവസ്ഥ എന്നുള്ളത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. വൈകിയ വേളയിൽ CPM പരീക്ഷിക്കാൻ തുടങ്ങി. ഇല്ല, അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പട്ടിക വിഭാഗക്കാരെ ഒഴിച്ചു നിർത്തുന്ന ആളുകളാണ്, ഈ സാമൂഹിക സന്തുലിതാവസ്ഥയെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന ആളുകളാണ് കോൺഗ്രസിനകത്ത് ജാതിമത ചിന്തകളുണ്ടെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം കോൺഗ്രസിലെ തർക്കം ഇവിടെ CPM പറഞ്ഞതല്ല ശ്രീ നിസാം സയ്യിദ്. അതാണ് ഇതിലെ വിഷയം. ഇതിലെ തർക്കം ആരാണ് പറഞ്ഞത്? കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസ് നേതാക്കളാണ് പറഞ്ഞത്. ഇവിടെ MLA ആയ മാത്യു കോൾനാടനും മുതിർന്ന നേതാവായ അജയ് തറയിലുമാണ് പ്രതികരിച്ചത് അല്ലേ? ഇതിപ്പോ നമ്മള് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിഷയമെന്ന് കരുതി കുറേയേറെ ദിവസം പല ചാനലുകളും സോഷ്യൽ മീഡിയയും ഒക്കെ ചർച്ച ചെയ്തു. ഫലം വന്നപ്പോൾ ഏതെങ്കിലും രീതിയിൽ അത് ഫലത്തെ ബാധിച്ചതായി സ്മൃതിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇത്തരം വിഷയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി ഒരു നിലപാടെടുത്തു, അല്ലെങ്കിൽ നേതൃത്വം ഒരു നിലപാടെടുത്തുകൊണ്ടല്ലേ അത് വിലപ്പോവാതിരുന്നത്? നിലപാടെടുത്തു കഴിഞ്ഞു, പാർട്ടി പുറത്താക്കി കഴിഞ്ഞു, 3 ദിവസം നിങ്ങൾ അത് ചർച്ച ചെയ്തു. യാതൊരു പ്രസക്തിയുമില്ലാത്ത കാര്യം. ആയിക്കോട്ടെ, അയാളെ ഒളിവിലാണ് സംരക്ഷിക്കുന്നത്, ചർച്ചയൊക്കെ നടക്കുന്നേ, അതൊക്കെ നടക്കും. അത് നിഷേധിച്ചിട്ട് കാര്യമില്ല. ഇതിപ്പോൾ 3-4 ദിവസത്തേക്കൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ചാൽ ഈ ചർച്ച ഇവിടെ തീരും കേട്ടോ. ശ്രീ നിസാം സയ്യിദ്, നിങ്ങളുടെ നേതാക്കൾ തീരുമാനിച്ച ഈ ചർച്ച ഇന്നത്തോടെ നേതാക്കൾ തീരുമാനിച്ചു, ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അന്തിമമാണെന്ന് AICCയുടെ സംഘടനാ കാര്യ ചുമതലയുള്ള ശ്രീ KC വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ പറയുന്നു. അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്ത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ദുരുദ്ദേശമല്ലാതെ ഈ വിഷയം എല്ലാ പാർട്ടികളിലും ഉണ്ടാകുന്നതാണ്. ഇടതുപക്ഷത്തിന്റെ വിമർശനം ഈ വിഷയത്തിൽ എവിടെയും വന്നതായി കണ്ടില്ല. പക്ഷേ ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനമാണ് ശ്രീ നിസാം സയ്യിദ് പറഞ്ഞ. അങ്ങേക്ക് മറുപടി നൽകാം. അല്ല, നിസാം സയ്യിദിന്റെ ഒരു പ്രത്യേകത, നിസാം സയ്യിദ് ഈ ചർച്ചയിൽ നിന്നല്ല, പൊതുവെ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പം കോൺഗ്രസിനെ എതിർത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേന് കോൺഗ്രസിന് പുറത്തിറങ്ങി നിഷ്പക്ഷ രാഷ്ട്രീയ നിരീക്ഷനാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പറയും. ഇതല്ലേ നിസാം സയ്യിദ് കൊണ്ടിരിക്കുന്നത്? ലാൽകുമാർ ഇന്ന് ഇവിടെ നിന്ന് പറയുകയാണ് ഞാൻ CPM സഹയാത്രികനല്ല എന്ന് പറഞ്ഞാൽ ഏതേലും മനുഷ്യൻ ഈ നാട്ടിൽ വിശ്വസിക്കുമോ? CPM പറയുന്ന കാര്യത്തിൽ ചില കാര്യത്തിനോട് എനിക്ക് എതിർപ്പ് കാണാം, ശരി. പക്ഷേ ഞാൻ അതിന് ഒറ്റ പൊസിഷനിൽ ഞാൻ പുറത്തിറങ്ങുക, അത് കഴിഞ്ഞ് അകത്ത് കയറി ഇതെന്നെ അന്യൻ സിനിമയോ? ഒരു മര്യാദയൊക്കെ വേണ്ടേ? അജയ് തറയിൽ എന്ന് പറഞ്ഞൊരു നേതാവ്, നിങ്ങളുടെ നേതാവിനെ KPCC പ്രസിഡന്റ് തള്ളിയിട്ടുണ്ടോ? നിസാം സയ്യിദ് അല്ലല്ലോ തള്ളേണ്ടത്, KPCC പ്രസിഡന്റ് തള്ളണ്ടേ? അജയ് തറയിൽ കാലകരണപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾ ഇറങ്ങി എന്റെ നേതാവല്ലോ. ഞാൻ പറയട്ടെ നിങ്ങൾ പറഞ്ഞ വേണ്ടിയില്ലല്ലോ. ഞാൻ പറയട്ടെ നിങ്ങൾ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. KPCC അതുകൊണ്ടാണ് ഞാൻ പറയട്ടെ. നിസാം ഒന്ന് പിടയ്ക്കാൻ നിൽക്ക്. നിസാമേ ഞാൻ പറയട്ടെ നിസാമിന്റെ എത്ര പിടയ്ക്കുന്നത് ഞാൻ പറയട്ടെ. അജയ് തറലിന്റെ വാക്കിന് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അയാളുടെ വാക്കിന് പ്രസക്തി ഉണ്ട്.
നമ്മളത് ഡിബേറ്റ് കോട്ട് ചെയ്യും. അത് പിന്നെ ഒറ്റയടിക്ക് അന്നാ ഇങ്ങേറെ വാക്കിന് പ്രസക്തിയില്ല. അന്ന് എനിക്ക് പറയാമല്ലോ ആന്റണി അകത്ത് കയറിയിരിക്കുകയാണ്, ആന്റണിയുടെ വാക്കിന് ഒരു വിലയില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ സമ്മതിക്കുമോ? പറയോ? ഓരോരുത്തരുടെ കാര്യം എടുത്ത് ഞാൻ പറയട്ടെ. എടുക്കാച്ചെരക്കായെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്കെതിരെ ഒരു കാര്യം വരുമ്പം അയാൾ എടുക്കാച്ചെരക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായ രാഷ്ട്രീയമാണോ? അതിനെന്ത് മര്യാദയുള്ള രാഷ്ട്രീയമാണോ? പിന്നെ താങ്കൾ അടുത്ത പറഞ്ഞെന്താ? താങ്കൾ അടുത്ത പറഞ്ഞത് LDF-ന് ദളിത് മന്ത്രിയില്ല. രാധാകൃഷ്ണൻ എന്നാ ചന്ദ്രനിൽ നിന്നാണോ വന്നത്? കെ രാധാകൃഷ്ണൻ ഇപ്പം ആലത്തൂരിൽ MP ചന്ദ്രനിൽ നിന്നാണോ വന്നത്? മന്ത്രിയായിരുന്നു. നിസാം അങ്ങോട്ട് നിക്ക് നിസാമെ അങ്ങോട്ട്. എനിക്ക് നിസാമിന്റെ ബോധ്യം വേണ്ട. ഞാൻ പറയട്ടെ നിസാമെ നിൽക്കാൻ. എനിക്കറിയാൻ പറയണ്ട, ഞാൻ എന്തോ പറയുന്നത് എനിക്കറിയാം കേട്ടോ. നിസാമിന്റെ അഡ്വൈസ് ഒന്നും എനിക്ക് വേണ്ട. രാധാകൃഷ്ണൻ പോയി കഴിഞ്ഞപ്പോൾ കോവൂർ കുഞ്ഞുമോനെ ആക്കി, സോറി ഇത് വയനാട്ടിൽ നിന്നുള്ള ആളാക്കി, ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരാളെ ആക്കി. അതിനിപ്പോ എന്താ തെറ്റ്? നിങ്ങൾക്ക് അതിനിത്ര ചൊറിച്ചില്? നിങ്ങളുടെ സൗകര്യം വേണ്ടാന്നേ. CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരാളെ മന്ത്രിയാക്കുകയാണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് KPCC-ന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടല്ല ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യും, ഇഷ്ടമുള്ള ആൾക്കാരെ ആക്കും. അതിനകത്തൊരു പ്രതിഷേധം ഉണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ ദളിതനെ ആക്കിയില്ലെന്ന് പറഞ്ഞ് ഇവിടെ ഏതെങ്കിലും ഒരു സ്വരം ഉയർന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളായിരുന്നുണ്ടല്ലോ, നിങ്ങൾ റോഡിലിറങ്ങി ബേളം ഉണ്ടാക്കി ലോകത്തുള്ളതെല്ലാം ചെയ്തേനെ. ഇവിടുത്തെ ആർക്കാ പ്രശ്നം? ഇതിനകത്ത് ആരാ പറഞ്ഞത് നിങ്ങളുടെ അടുക്കല്? ഈ പറഞ്ഞ CPM-നകത്ത് ഒരു പ്രശ്നമുണ്ട്. CPM-ൽ മാർജിനലൈസ്ഡ് ആണ് ദളിത് ആദിവാസി വിഭാഗം. നിങ്ങളടക്കം ആരാ പറഞ്ഞേ? ചുമ്മാ നിങ്ങൾക്ക് ഒരു ഡിബേറ്റ് രക്ഷപ്പെടാനായിട്ട് ചെണ്ടകൊട്ടി ഞങ്ങൾക്കിടയിൽ ഇതാ പ്രശ്നം എന്ന് വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും അത് വ്യക്തിപരമായി എടുക്കരുത് എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഇടവേളയിലേക്ക് പോകും. മേടിച്ചിട്ടല്ല ചെയ്യുന്നത്, അങ്ങനെ തന്നെ.